സർവചരാചരങ്ങളുടെയും നിയന്താവായ ഭഗവാൻ ഭൗതിക ശക്തിയുടെയും ആധ്യാത്മിക ശക്തിയുടെയും നിയന്താവാണ്. അദ്ദേഹം തന്നെയാണ് ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നതും കാലശക്തിയായിട്ട് അദ്ദേഹം തന്നെയാണ് ഇതിനെ നിലനിർത്തുന്നതും. സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ പിടിച്ചു നിർത്തുന്നത് ഈ പ്രപഞ്ചത്തെ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ തന്നെയാണ് കാലശക്തി. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഒരിക്കലും കാലചക്രത്തിൻ്റെ അകത്ത് വരുന്നില്ല. ഭഗവാൻ ഒരിക്കലും ഭൗതിക ശക്തിയുടെ ഉള്ളിൽ വരുന്നില്ല. കാരണം ഭഗവാനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ടൈം എന്ന് പറയുന്ന ആ ഒരു ശക്തിയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. സമയം ഒരു പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ്. ആൾക്കാർ ഈശ്വരനെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സമയത്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സമയത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. സമയം സമയത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ പോവുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാലാവസ്ഥ തന്നെ എപ്പോഴും ആകണമെന്നില്ല. സമയം കഴിയുമ്പോൾ കാലാവസ്ഥ തീരും, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാലാവസ്ഥ വരും. നമ്മുടെ ശരീരം എപ്പോഴും അനുകൂലമായിട്ടിരിക്കുന്ന സമയമായിരിക്കത്തില്ല, പ്രതികൂലമാകും. ശരീരത്തിന് ഓരോരോ രോഗങ്ങൾ വരും. നമുക്ക് എപ്പോഴും നന്മ തന്നെ ലഭിക്കണമെന്നില്ല, തിന്മ ലഭിക്കും. നമുക്ക് ചില ആൾക്കാർ നമ്മളെ സ്തുതിക്കും, നിന്ദിക്കും. ഇതെല്ലാം സമയത്തിനെ ഉപയോഗിച്ച് ഭഗവാൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും 84 ദശലക്ഷം ജീവിവർഗങ്ങളെയും ഈ 14 ലോകങ്ങളെയും ഭഗവാൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. ആ സമയം എന്ന് പറയുന്ന കാലചക്രം, ആ ശക്തി, അതാണ് ഭഗവാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈശ്വരനെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ സമയം ഈ പ്രപഞ്ചത്തെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാം അവസാനത്തിലേക്ക്, നാശത്തിലേക്ക് ഭഗവാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുന്നു, ശുകദേവഗോസ്വാമി, പരീക്ഷത്തെ ഈ സമയം സത്വഗുണത്തിനെ എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കും. ഭഗവാൻ സർവചരാചരങ്ങളുടെയും നിയന്താവാണെങ്കിലും ഭഗവാൻ എപ്പോഴും ദേവന്മാരെ സപ്പോർട്ട് ചെയ്യും. എന്തുകൊണ്ട്? അവർ സത്വഗുണത്തിലാണ്. അന്നേരം അസുരന്മാര് തമോ ഗുണത്തിലാണ്. അതുകൊണ്ടാണ് അവരെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ സമയത്തെ ഉപയോഗിക്കുന്നു. സമയം സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ ഏത് ഗുണത്തിൻ്റെയാണോ ആവശ്യം, ഇപ്പോൾ സൃഷ്ടി മുന്നോട്ട് പോകണമെങ്കിൽ സത്വഗുണത്തിൻ്റെ ആവശ്യമുണ്ട്, നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ. അതുകൊണ്ട് ആസുരിക ഗുണങ്ങളുള്ള വ്യക്തികൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സൃഷ്ടി പെട്ടെന്ന് നശിക്കും. അതുകൊണ്ട് തമോ ഗുണത്തിനെ ഭഗവാൻ നശിപ്പിക്കും. തമോ ഗുണത്തിൻ്റെ സ്രോതസ്സായിട്ടുള്ള അസുരന്മാരെ നശിപ്പിക്കും. പിന്നെ സൃഷ്ടി അവസാനിക്കാറായി, എല്ലാം നശിക്കേണ്ടതാകുമ്പോൾ ഭഗവാൻ അവിടെ സാത്വിക ഗുണത്തെ കൊണ്ടുവരത്തില്ല, തമോ ഗുണത്തെ തന്നെ പ്രോത്സാഹിപ്പിക്കും. മനസ്സിലാവുന്നുണ്ട്? അന്നേരം സമയം അനുസരിച്ച് ഭഗവാൻ എല്ലാം ചെയ്യും. അപ്പോൾ ഇത് കലിയുഗമാണ്, നശിപ്പാളി ലോകമാണ്, നശിപ്പാളി സമയമാണ്, നശിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഒരു സൈഡിൽ കൂടെ ഭഗവാൻ തമോ ഗുണപ്രവർത്തികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും പല രീതിയിലും. കാരണം അവസാനിക്കാറായി. പക്ഷെ അതേ സമയത്ത് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന സാധുജനങ്ങൾക്ക് ഈ കലിയുഗത്തിൽ ഇരുന്നു കൊണ്ട് സാത്വിക പ്രവർത്തികൾ ചെയ്യാനുള്ള വഴിയും ഭഗവാൻ പറഞ്ഞു. ഇതൊരു ചക്രമാണ്. എല്ലാ ദിവസവും ക്ലോക്ക് എങ്ങനെയാണോ കറങ്ങുന്നത് അതേപോലെ തന്നെ 1 മണി, 2 മണി, 3 മണി, 4 മണി, ഇങ്ങനെ 9, 10, 11, 12, വീണ്ടും 1 മണി, 1, 2 മണി. അതേപോലെ ഇത് ഭഗവാന്റെ ഒരു ക്ലോക്കാണ്, കാലശക്തിയാണ്. അത് സമയത്തിനനുസരിച്ചാണ് ഭഗവാൻ തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ സാത്വിക സമയമാണോ എന്ന് ഭഗവാൻ ചിന്തിക്കും. അന്നേരം സാത്വിക സമയം, ഇപ്പം സാത്വിക പ്രവൃത്തികളെ എൻകറേജ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുമ്പോൾ രജോ ഗുണത്തിലും തമോ ഗുണത്തിലുള്ള വ്യക്തികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും ഭഗവാൻ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഭഗവാൻ ആരുടെയും പക്ഷത്തിലല്ല, ആർക്കും എതിരെയല്ല. ഭഗവാൻ എല്ലാം മാനേജ് ചെയ്യുന്നു എന്നാണ് ആര് പറയുന്നത്? ശുകദേവ്.